ഇന്ത്യയുടെ പടിവാതിൽക്കൽ ശത്രുവിന്റെ പടയൊരുക്കം. റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് പറക്കാൻ കഴിയുന്ന ചൈനയുടെ ഏറ്റവും ആധുനികമായിട്ടുള്ള യുദ്ധവിമാനങ്ങൾ, സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിൽ അണിനിരക്കുന്നു. ലഡാക്കിലേക്കും അരുണാചലിലേക്കും ലക്ഷ്യം വെച്ച് ചൈന നടത്തുന്ന ഈ വൻ സൈനിക വിന്യാസത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യമെന്തെന്ന് വ്യക്തമല്ല. ഡ്രാഗണിന്റെ പുതിയ ഭീഷണിക്ക് മുന്നിൽ നമ്മൾ എത്രത്തോളം ജാഗ്രത പാലിക്കണം? ചൈനീസ് വ്യോമസേനയുടെ അഭിമാനമായിട്ടുള്ള 5ാം തലമുറയിൽപ്പെട്ട 12 J-20 സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യക്ക് തൊട്ടരികെ വിന്യസിച്ചിരിക്കുന്നത്. പുതിയ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെയാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത്. ജൂലൈ 9 ചിത്രങ്ങൾ പ്രകാരം ഷിൻജിയാങ്ങിലെ ഹോട്ടൻ വ്യോമത്താവളത്തിൽ 8 J-20 വിമാനങ്ങളും ജൂൺ 25 ചിത്രങ്ങൾ പ്രകാരം ടിബറ്റിലെ ഡാംഷുങ് വ്യോമത്താവളത്തിൽ 4 വിമാനങ്ങളുമുണ്ട്. ലഡാക്കിലെ ദൗലത് ബേഗ് ഓൾഡിയിൽ നിന്നും വെറും 245 കിലോമീറ്ററും അരുണാചലിലെ തവാങ്ങിൽ നിന്ന് 344 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ലോകത്തിലെ വിറപ്പിക്കുന്ന ഈ അത്യാധുനിക ചൈനീസ് പോർ വിമാനങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. 2020 ഗാൽവാൻ സംഘർഷത്തിന് ശേഷം അതിർത്തിയിൽ ചൈന നടത്തുന്ന ഏറ്റവും വലിയ വ്യോമ വിന്യാസങ്ങളിൽ ഒന്നാണിത്. മുമ്പ് 1-2 വിമാനങ്ങൾ മാത്രം വന്നിരുന്ന സ്ഥാനത്താണ് ഒറ്റയടിക്ക് ഇത്രയും സ്റ്റെൽത്ത് വിമാനങ്ങളെ ചൈന അണിനിരത്തിയിരിക്കുന്നത്. ഇത് കേവലം ഒരു പരിശീലനമല്ലെന്നും മറിച്ച് ഇന്ത്യൻ അതിർത്തിയിൽ ചൈന നടത്തുന്ന സ്ഥിരം സൈനിക വിന്യാസത്തിന്റെ ഭാഗമായി J-20 വിമാനങ്ങൾ മാറിക്കഴിഞ്ഞു എന്നുമാണ് പ്രതിരോധ വൃത്തങ്ങൾ നൽകുന്ന കടുത്ത മുന്നറിയിപ്പ്. ചൈന തങ്ങളുടെ സൈനിക ശേഷി അതിവേഗം ആധുനികവൽക്കരിക്കുമ്പോൾ ഇന്ത്യക്ക് മുന്നിലുള്ളത് സങ്കീർണമായ വെല്ലുവിളികൾ തന്നെയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. തദ്ദേശീയമായി നിർമ്മിക്കുന്ന തേജസ് മാർക്ക് 1A പദ്ധതികൾ 2 വർഷത്തിലേറെ വൈകുന്നതും 114 പുതിയ വിമാനങ്ങൾ വാങ്ങാനുള്ള, റഫേൽ വിമാനങ്ങൾ വാങ്ങാനുള്ള നടപടിക്രമങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതുമൊക്കെ ഈ അവസരത്തിൽ രാജ്യസുരക്ഷയ്ക്ക് അത്യാവശ്യം വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതിർത്തിയിൽ ഇന്ത്യയുമായി സമാധാന ചർച്ചകൾ ഒരു വശത്ത് നടത്തുമ്പോഴും മറുവശത്ത് ചതിയുടെ പത്മവ്യൂഹം ചമയ്ക്കാനാണ് ചൈന ശ്രമിക്കുന്നത്. അത്യാധുനിക ആയുധങ്ങളും പോർവിമാനങ്ങളും ഇന്ത്യൻ അതിർത്തിയിൽ കുമിഞ്ഞുകൂടുമ്പോൾ രാജ്യത്തിന് ഇനി ഒട്ടും സമയം പാഴാക്കാനില്ല. ശത്രുവിന്റെ ഈ ഭീഷണിയെ മറികടക്കാൻ വ്യോമസേനയുടെ നവീകരണം അതിവേഗത്തിൽ പൂർത്തിയാക്കിയേ തീരും. ചൈനയുടെ ഈ നീക്കത്തെ പ്രതിരോധിക്കാൻ സൈന്യം സ്വീകരിക്കുന്ന അടുത്ത തന്ത്രം എന്തായിരിക്കും എന്നാണ് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.